സാറേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ. അപ്പൊ ഈ കുണ്ടലിനി റേസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തലവേദന ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉം. അത് ശരിക്കും ഉണ്ടാവുമോ സാറേ അങ്ങനെ? ആ അത് സാറേ, നമുക്ക് സാധാരണ തലവേദന വരുന്നത് നമുക്ക് ഏതെങ്കിലും തലയുടെ ഫ്രണ്ടിലായിട്ട് ഏതെങ്കിലും ഒരു സൈഡിലായിട്ടായിരിക്കുമല്ലോ തലവേദന വരുന്നത്. ഓ അപ്പൊ ഈ തലവേദന ഇപ്പം തലയുടെ ഫ്രണ്ടിലായിട്ട് ഇടത് ഭാഗത്ത് തുടങ്ങിയിട്ട് അത് ഈ നമുക്ക് തല റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആയിട്ട് തരം തിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഫുള്ളായിട്ട് എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് വരെ അതൊരു ലെഫ്റ്റ് സൈഡിൽ കൂടെ മാത്രമായിട്ട് ബാക്കിലോട്ട് തലയുടെ കൃത്യം പകുതിയായിട്ട് ഡിവൈഡ് ചെയ്ത് ഫുള്ളായിട്ട് പടരുവാണെങ്കിൽ അത് എന്താ സാർ അങ്ങനെ? അത് വല്ല അസുഖത്തിന്റെ ഇതാണോ അതോ ഈ കുണ്ടലിനി റേസിംഗ്? അത് പറയാൻ പറ്റില്ല എനിക്ക്, കാരണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണോ? സാറേ, ഞാനാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ കഥ പറയുവാണെങ്കിൽ 1 മാസമായിട്ട് ഞാൻ ഈ ഭദ്രകാളി ദേവിയുടെ അമ്പലം ഉണ്ട് അടുത്ത്. അപ്പൊ അവിടെ തൊഴാൻ പോകുന്നുണ്ടായിരുന്നു, ഡെയിലി പോവായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ തൊഴാൻ പോയപ്പോ ആദ്യം എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് നെറ്റിയിൽ ചൂട് അനുഭവപ്പെട്ടു. നെറ്റിയുടെ മധ്യത്തിലായിട്ട് ഒരു 2 ആഴ്ച അടുപ്പിച്ച് പോയി തൊഴുത് കഴിഞ്ഞപ്പോഴേക്കും നെറ്റിയുടെ മധ്യത്തിലായിട്ട് ചൂട് അനുഭവപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കാണെങ്കിൽ അവിടെ ചെന്ന് നിന്ന് തൊഴുമ്പോ നിലത്തുറയ്ക്കാത്തൊരു ഫീലിംഗാണ്. ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ കറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അത് അവിടെ ഭദ്രകാളിയും ശിവനും ദുർഗയാണ്. അപ്പൊ ദുർഗയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഭദ്രകാളി അമ്മയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഇതേ ഒരു ഫീലിംഗ് ആണ്. രണ്ടിടത്തും കാലുറക്കാതെ റൗണ്ടിൽ കറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുകയും ചെയ്തു, ഇതെന്താ ചേച്ചി ഇങ്ങനെയെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്ക് ഇവിടെ വന്ന് തൊഴുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, എന്നാൽ പേടിക്കേണ്ടത് നല്ലതാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ കിടക്കുമ്പോഴാണെങ്കിൽ സാധാരണ ഞാൻ കൃഷ്ണഭക്തിയാണ്. അപ്പം കൃഷ്ണന്റെ നാരായണ എന്നുള്ള 1008 ഒരു യൂട്യൂബിൽ കേട്ടോണ്ടാണ് ചിലപ്പോൾ കിടക്കാറുള്ളത്. മിക്കപ്പോഴും അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. കാരണം എനിക്ക് 2.5 വയസ്സുള്ള കുഞ്ഞുണ്ട്. അപ്പൊ അതും കൂടി ഉറങ്ങിക്കോളൂല്ലോ എന്ന് ഓർത്ത് കേട്ട് ഉറങ്ങിക്കോളൂല്ലോ എന്ന് ഓർത്ത് ഞാൻ അതും കേട്ടായിരിക്കും ഉറങ്ങുന്നത്. ഫോൺ തൊട്ടടുത്ത് തന്നെയാ വെക്കണേ. മീൻസ് ഞാൻ എന്റെ അടുത്ത് ഒരു ടേബിൾ ഉണ്ട്, കിടക്കുന്നതിന്റെ അടുത്തൊരു ടേബിൾ ഉണ്ട്, ഇച്ചിരി പൊങ്ങി ടേബിൾ ഉണ്ട്. ആ ടേബിളിലാണ് വെക്കുന്നത് ഫോണ്. എത്ര അടി ദൂരം ഉണ്ടാവും? തൊട്ടടുത്ത് തന്നെയാ സാറേ. അത് മാറ്റി വെക്കൂ കേട്ടോ, മാറ്റി വെക്കൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഭഗവാനെ മഹാദേവനെ ആണെങ്കിൽ സ്വപ്നത്തിൽ കണ്ടു. ഭഗവാൻ നീല നിറത്തിലാണ് ഉള്ളത്. അപ്പൊ സ്വപ്നത്തിൽ കണ്ട ഉടനെ തന്നെ എനിക്കൊരു ഈ ഷോക്ക് അടിക്കില്ല സാറേ, സിനിമയിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. എനിക്കിതിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിവൊന്നുമില്ല. അപ്പൊ ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് പെട്ടെന്ന് ഉണ്ടാവുകയും എന്റെ വയറിന്റെ ഉള്ളിലോട്ട് എന്തോ കേറി പോകുന്ന പോലെ ചെയ്യുകയും ചെയ്തു കേട്ടോ. വയറിന്റെ ഉള്ളിലേക്കാ? വയറിന്റെ ഉള്ളിലോട്ട് എന്തോ കേറി പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഒരു ജെർക്കിംഗ് മൂവ്മെന്റ്, എന്നിട്ട് ഫുൾ ബോഡി ജെർക്ക് ചെയ്യുന്ന പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. അപ്പം ലൈറ്റിന്റെ ബോളാണോ കേറിപ്പോയത്? അതെന്താ കേറിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല സാറേ. വന്ന് ഹിറ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ടായിരുന്നു. എന്തോ വന്ന് അത് തന്നെ ഹിറ്റ് ചെയ്ത് കേറിപ്പോയ പോലെ തോന്നി. ഞാൻ അന്ന് അതിന് തൊട്ട് മുമ്പ് ശിവൻ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. നീല കളറിലുള്ള ഭഗവാൻ നിൽക്കുന്നതായിട്ട് സ്വപ്നം കാണുകയും അതിന്റെ ഓൺ ദ സ്പോട്ട് ഇങ്ങനെ ഒരു ഇത് നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ നമ്മുടെ അടിഭാഗം കൊണ്ട് ഭയങ്കരമായിട്ട് കിടക്കുമ്പോൾ ഞാൻ ഈ ഓം നമഃ ശിവായ 1008 ഒരു ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ അത് കേട്ട് കിടന്നുറങ്ങുന്നത് ഇപ്പൊ. അപ്പൊ അത് കേട്ട് കിടന്നുറങ്ങുമ്പോഴാണെങ്കിൽ എനിക്ക് ഈ അടിഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി. ഒരു സേക്രൽ റീജിയൻ ഉണ്ടല്ലോ, അവിടെ കൊണ്ട് നന്നായിട്ട് ചൂടാവുന്ന പോലെ തോന്നി തുടങ്ങി. പിന്നെയാണെങ്കിൽ കാലൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ നിലത്ത് കുത്തി, പകലൊക്കെ ആണെങ്കിലും കാല് നിലത്ത് കുത്തി ഇരിക്കുമ്പോഴാണെങ്കിൽ കാലിന്റെ അടിയിലൊക്കെ ആണെങ്കിലും ചൂട് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അപ്പൊ കൈയിന്റെ ഉള്ളം കൈയിലും അങ്ങനെ ചൂടുണ്ടാവുമല്ലോ? ഉള്ളം കൈയിൽ എനിക്ക് ചൂട് തോന്നുന്നില്ല. എനിക്ക് ഇടത് കാലിൽ മാത്രമാണ് ചൂട് തോന്നുന്നത്. ഉള്ളം കൈയിലെ ചൂടൊന്നും തോന്നുന്നില്ല സാറേ. ഇപ്പൊ മനസ്സിലായി. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇടതുകാലിന്റെ ഉള്ളംകാലിലല്ലേ ചൂട് തോന്നിയത്? അതെ. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം
കുണ്ടലിനി റേസിങ്ങിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷെ പാർഷ്യൽ റേസിംഗ് ആണെന്ന്. അത് നിങ്ങളുടെ പിങ്കള നാഡിയാണ് ഉണർന്നിരിക്കുന്നത്. പിങ്കള നാഡി കൂടെയാണ് പിന്നെ പ്രാണൻ പ്രവഹിച്ചിരിക്കുന്നത്. ബാലൻസ്ഡ് അല്ല. റൈറ്റ് സൈഡ് എന്ന് പറയും. റൈറ്റ് സൈഡ് കൂടെ ഇടത് കാല് എന്ന് പറഞ്ഞാൽ അത് പിങ്കള നാഡിയിൽ അവിടെയാണ് തുടങ്ങുന്നത്. എന്നിട്ട് അത് ബോഡിയിൽ വരുമ്പോൾ പിന്നെ വലതു ഭാഗത്ത് കൂടെയാണ് മുകളിലേക്ക് കയറുന്നത്, ക്രോസ് ചെയ്തിട്ട്. മനസ്സിലായോ? അപ്പൊ അത് പിങ്കള നാഡിയിലൂടെ ഉള്ള എനർജി റേസിംഗ് ആണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. ഉണ്ട് സാർ. എനിക്ക് രാത്രി കിടന്നുറങ്ങുമ്പോ കാലിങ്ങനെ എന്താ പറയാ ഇടുത്തടിക്കുന്ന പോലെയൊക്കെ തോന്നും. അന്നേരം ആദ്യമൊക്കെ എനിക്ക് പേടിച്ചു പോയി. സ്ട്രോക്ക് വരികയാണോന്ന് വിചാരിക്കും. സ്ട്രോക്ക് വന്നാൽ എടുത്തടിക്കുമല്ലോ അതുപോലെ. അല്ല, സ്ട്രോക്ക് വരുവാണ്. അത് ഇനി വല്ല നെഗറ്റീവ് എനർജി എന്റെ അടുത്ത് വന്നതാണോ? അതൊന്നും നെഗറ്റീവ് എനർജിയുടെ പ്രശ്നമല്ല. എനർജിയൊക്കെ വളരെ എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി തന്നെയാണ്. പക്ഷെ വൺ സൈഡ് ആണ് കയറി വരുന്നത്. അത് വൺ സൈഡ് കയറി വരുന്നത് അഭികാമ്യമല്ല. അത് എന്താ വെച്ചാൽ അത് റൈറ്റ് സൈഡിൽ കൂടെ കയറി വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ദേഷ്യം കൂടും, ഉഷ്ണം കൂടും, ഉറക്കം കുറയും, കുടുംബ പ്രശ്നങ്ങളുണ്ടാവും. സാറേ, പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് എനിക്ക് തോന്നുന്നു. എന്റെ ദേഷ്യം കുറഞ്ഞു. എനിക്ക് ഇതിന് മുമ്പ് എനിക്ക് ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ദേഷ്യം കുറഞ്ഞു. എന്റെ അമ്മ ഇത് പറയുന്നുണ്ട്. എന്റെ സ്വഭാവത്തിന് ചേഞ്ചസ് വന്നിട്ടുണ്ട്, ദേഷ്യം കുറഞ്ഞു എന്നാണ് എന്റെ അമ്മ എന്നോട് ഇപ്പൊ പറയുന്നത്. അത് ശരിയാ. അത് വേറൊരു തലത്തിൽ അത് ശരിയാവാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാല് നമ്മൾ ഒരു ലെയർ താഴെ പോയി. ഈ എനർജി നമ്മൾ കയറുമ്പോൾ, അതായത് എനർജിയുടെ ആ പാസിങ് മുകളിലേക്ക് കയറി തുടങ്ങുമ്പോൾ നമ്മളുടെ ഏറ്റവും ഉപരിതലത്തിൽ നിന്ന് ഒരു ലെയർ താഴേക്ക് ഊർജ്ജതലത്തിൽ ഉള്ള മൂവ്മെന്റ് നിങ്ങൾക്ക് തുടങ്ങി എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ശരിയാണ്, സ്വാഭാവികമായിട്ടൊരു സാധാരണ നിലയിലുള്ള ഊർജ ലെവലിനേക്കാൾ ഒരു പടി ഉയർന്നതാണ് നിങ്ങളുടെ ലെവൽ. അതുകൊണ്ട് ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ വേറെ ഉപാസന ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്ര. അതായത് നിങ്ങൾ പ്രാണായാമമൊന്നും ചെയ്യുന്നില്ലല്ലോ. വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഈ എനർജി ഉണർന്നു വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ വലിയ അപകടങ്ങൾ സംഭവിക്കാത്തത്, ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാവാത്തത്. എന്തായാലും പക്ഷേ ഇവിടെ നിൽക്കേണ്ടതില്ല. ഇവിടെ നിന്നാൽ ഇത് ഇങ്ങനെ തന്നെ തുടരുന്നത് അപകടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലെഫ്റ്റ് ബ്രെയിനിന്റെ അവിടെ നിങ്ങൾക്ക് ചൂട് കൂടുതലും തലവേദനയും. കാരണം വെച്ചാൽ അവിടെ എത്തി അത് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെ നിങ്ങൾ റൈറ്റ് ബ്രെയിനിലേക്കും കൂടി എടുക്കണം. അതിന് ഞാനിപ്പോ ഒന്നും ചെയ്തിട്ട് ഇങ്ങനെ ആയി വരുന്നതല്ലല്ലോ സാറേ. അതെ, അത് ഓക്കെ. അത് നമ്മളുടെ സ്വാഭാവികമായ പ്രകൃതം കാരണം, നമ്മളുടെ നാഡീ വ്യവസ്ഥയുടെ പ്രത്യേകത കാരണം നിങ്ങളുടെ റൈറ്റ് സൈഡ് വളരെ പ്യുവറാണ്. വെച്ചാല് പ്രതിരോധം കുറവാണ്. അതുകൊണ്ട് അത് നമ്മൾ വാസനാബലം എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്ത കർമ്മഫലങ്ങളുടെ ഭാഗമായിട്ട് നമ്മളൊരു പ്രത്യേക ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങളുടെ റൈറ്റ് സൈഡ് ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി ഉള്ളതാണ്. ലെഫ്റ്റ് സൈഡ് സൂപ്പർ കണ്ടക്ടിവിറ്റി ആയിട്ടില്ല. അത് ആക്കേണ്ടതുണ്ട് ആ വയറിങ്ങിനെ. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യുന്ന സാധന ഇപ്പൊ പോകുന്ന ഇത് തുടരൂ. കാരണം നിങ്ങൾക്ക് അതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സിദ്ധിവിശേഷവുമായിട്ട് ജനിച്ച ആളായതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ തന്നെ കിട്ടും. പക്ഷേ കുഞ്ഞിന് ഇളയ പെൺകൊച്ചിന് 2.5 വയസ്സായിട്ടുള്ളൂ സാർ. എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നാണ് എനിക്ക് പേടി. ഒന്നും പറ്റാനില്ല, ഒന്നും പറ്റില്ല. അതില് നല്ലത് മാത്രമേ സംഭവിക്കൂ. നല്ലത് അതും വേണമെന്നില്ല. ഇപ്പൊ സാറ് തന്നെ പറഞ്ഞില്ലേ, ഇടത് സൈഡിൽ കൂടെ മാത്രം ഉണരുമ്പോ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവുന്ന. അല്ല, വലത് സൈഡിൽ കൂടെ മാത്രം ഉണർന്നു. ഇടത് സൈഡിലെ ബ്രെയിനിന്റെ കഴുത്തിന്റെ മുകളിലെത്തിയിട്ട് അത് എന്താ വെച്ചാല് ഇടത് കണ്ണുകളുടെ പുറകിലാണ് അത് അവസാനിക്കുന്നത്, പിങ്കള നാഡി. അതുകൊണ്ടാണ് അവിടെ ഇടത് സൈഡ്. ശരീരത്തിൽ നിങ്ങൾ വലത് സൈഡിൽ കൂടെയാണ് അത് കയറി വരുന്നത്. മനസ്സിലായി? അബ്ഡോമൻ, കഴുത്തിന് താഴെയും അരക്കെട്ടിന് മുകളിലും അത് വലത് സൈഡിൽ കൂടെയാണ്. അപ്പോ
നിങ്ങളുടെ പിങ്കള നാഡിയാണ് ഉണർന്നിരിക്കുന്നത് എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ, ബ്രെയിനിലെ ലെഫ്റ്റ് സൈഡിൽ ഊർജം നിറഞ്ഞിട്ട് ആ വിങ്ങലാണ് തലവേദനയായിട്ട് വരുന്നത്. ഇത് ഇനി പിന്നെ റൈറ്റ് ബ്രെയിനിലും ഇതുപോലെ ഊർജം നിറയണം. അതിന് നിങ്ങൾ പ്രത്യേക ചില പ്രാണായാമ സാധനങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. സാർ എനിക്ക് 2-3 പ്രാണായാമം അറിയാം, പക്ഷെ എനിക്കത് ചെയ്യാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് ചെയ്യേണ്ടി വരും. സാർ ഈ അനുലോം വിലോം എന്ന് പറഞ്ഞതും പിന്നെ ഭ്രാമരി ഒക്കെ ചെയ്താൽ മതിയോ സാറേ? തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യൂ. അതല്ലാതെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പം എനിക്കത് പബ്ലിക്കായിട്ട് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. അതാണ് കേട്ടോ. ഇതെന്തായാലും ഞാനിത് പിന്നെ ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. പേരും അഡ്രസ്സും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്കിത് യൂട്യൂബിൽ. അതുപോലെ തന്നെ ഇത്രയും എന്റെ ഉണർത്തി വിട്ടത് എനിക്ക് അമ്പലത്തിൽ പോയി തൊഴാൻ തുടങ്ങി പിന്നെയാണ് ഭഗവതിയാണ്. അപ്പൊ ഞാൻ ഇതിന് മുമ്പാണെങ്കിൽ എനിക്ക് നമ്മളീ കൂടോത്രം ചെയ്യുമല്ലോ, അപ്പൊ അങ്ങനെ ഞാൻ തിരുമേനിയുടെ അടുത്ത് പോയി നോക്കിച്ചപ്പോ എനിക്ക് ജോലിയൊന്നും ഇല്ല. അപ്പൊ ഞാൻ എന്താണ് ഇതുവരെ ജോലി കിട്ടാത്ത, എന്റെ വിദ്യാഭ്യാസം അനുസരിച്ച് ജോലി കിട്ടാത്ത, ഞാൻ ശ്രമിക്കാത്തോണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ സ്തംഭനത്തിന് വേണ്ടി കൂടോത്രം ചെയ്തിട്ടുണ്ട് ജോലി. അന്നേരം പറഞ്ഞിങ്ങനെ ദേവീക്ഷേത്രത്തിൽ പോയി തൊഴാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ പോയി തൊഴുതു തുടങ്ങിയതാണ്. അപ്പൊ അതെ അങ്ങനെയല്ല റീഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ആൾറെഡി റൈറ്റ് സൈഡ് പിങ്കള നാഡിയിലൂടെ അമിതമായ ഊർജ്ജപ്രവാഹം ഉള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ ഈ സ്തംഭനങ്ങളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്തായാലും അതിലുണ്ടാവും. അതാണത്. അല്ലാതെ അത് സ്തംഭനവും അവനവന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ ആളുകൾക്ക് സമയമില്ല. പിന്നെ ഇപ്പം നിങ്ങളെ നന്നാവുന്നതിനെ ഇല്ലാതാക്കാൻ സ്തംഭനം ചെയ്യാൻ ആർക്കാണ് സമയം? അതൊക്കെ നമ്മളുടെ പിന്നെ മൂഢവിശ്വാസങ്ങളും അല്ലെങ്കിൽ അത് അങ്ങനത്തെ മറുപടികൾ കിട്ടുന്ന ഒരു അറിവില്ലായ്മ കൊണ്ട് പറയുന്ന മറുപടികളാണ് അതൊക്കെ. അതൊന്നും വിശ്വസിച്ച് പോകണ്ട. അതൊന്നും അല്ല അതിൻ്റെ ശാസ്ത്രീയം. നിങ്ങളുടെ പിങ്കള നാഡിയിൽ അമിതമായ ഊർജ്ജപ്രവാഹം വൺ സൈഡഡ് ആയിട്ട് ഉണ്ടാവുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുമ്പോഴാണ് ആ ബ്ലോക്കിനെ, ലെഫ്റ്റിലുള്ള ആ ബ്ലോക്കിനെ കൂടി നീക്കം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ബ്ലോക്ക് നീങ്ങുന്നതോട് കൂടിയിട്ട് ജീവിതത്തിലെ ബ്ലോക്കുകളും നീങ്ങും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു. അപ്പം ബാക്കി കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും അമ്പലത്തിൽ പോകുന്നതൊക്കെ നല്ല തന്നെയാണ്. അതൊക്കെ ചെയ്തോളൂ. പരമമായ ഭക്തിയോട് കൂടിയിട്ട്, സമർപ്പണത്തോട് കൂടിയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ എനർജി ആക്ടിവേഷൻ കൂടുതലായിട്ട് ഉണ്ടാവും. പക്ഷെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും പ്രത്യേകമായി ഒന്ന് ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ. ഓക്കെ സാർ, താങ്ക് യു.